നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോരാത്ത മഴ പെയ്യുമ്പോൾ ഇനിയൊരു പ്രളയം ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുറങ്ങുന്ന കേരളം കഴിഞ്ഞ ദിവസം ഉണർന്നത് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്ത വാർത്തയറിഞ്ഞാണ്. ഒടുവിൽ ലഭിക്കുന്നത് പ്രകാരം 156 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വൻ ദുരന്തം. പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ്. ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മനുഷ്യൻ പ്രകൃതിക്ക് മേലെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളുടെ തോരാ കണ്ണീരാണ് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിൽ ഇല്ലാതായത്. നിമിഷനേരങ്ങൾ കൊണ്ടാണ് ഒരു ഗ്രാമം തന്നെ അപ്രത്യക്ഷമായത്. കേരളം മഴക്കലിയിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും വിറങ്ങിലിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഉയർന്നു വരുന്ന പേരാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടം തകർക്കപ്പെട്ടുവെന്നും കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളായിരിക്കുമെന്നും വ്യക്തമാക്കിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ. അതീവ പരിസ്ഥിതി ലോല മേഖലയുടെ സംരക്ഷണം എത്രത്തോളം എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ തടയാമായിരുന്ന ദുരന്തങ്ങളല്ലേ അടിക്കടി നമുക്ക് മുൻപിൽ നടക്കുന്നതെന്നുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾ. ലോകം ആദരവോടെ കാണുന്ന പരിസ്ഥിതി മേഖലയിലെ എണ്ണം പറഞ്ഞ വിദഗ്ധരിൽ ഒരാളാണ് മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ എന്ന 82-കാരൻ. രാജ്യം പത്മഭൂഷൺ നൽകിയാണ് ഗാഡ്ഗിലിനെ ആദരിച്ചത്. 1942 പുനെയിൽ സഹൃദയയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന ഗാഡ്ഗിലിന്റെ ജീവിതം പശ്ചിമഘട്ട പഠനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ചതാണ്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവെച്ച കാര്യങ്ങളാണിത്. ഈ ആശങ്കയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഒരിക്കൽ അവർ മാധവ് ഗാഡ്ഗിലിനെ പരിഹസിച്ചു. ഇന്ന് കാലം പറയുന്നു ഗാഡ്ഗിലായിരുന്നു ശരിയെന്ന അടിക്കുറിപ്പിനൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും നിരവധി പേർ പോസ്റ്റ് ചെയ്തു. ക്വാറികൾ ഉണ്ടായിട്ടും മഴ പെയ്തല്ലോ എന്ന് തോമസ് ചാണ്ടി MLAയും JCB പോയിട്ട് കൈക്കോട്ട് പോലും വെക്കാത്ത നിബിഡ വനത്തിൽ എങ്ങനെ ഉരുൾപൊട്ടി എന്ന് PV അൻവർ MLAയും പ്രകൃതിയുടെ വിധിയെ ആർക്കും തടുക്കാനാകില്ല, ഇനിയും നിയമങ്ങളിൽ ഇളവ് വേണം എന്ന് S രാജേന്ദ്രൻ MLAയും പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ ദുരന്തഭൂമിയിലെ ശവത്തീനി കഴുകനെന്ന് ഇടുക്കി മുൻ MP ജോയ്സ് ജോർജ് പറഞ്ഞപ്പോൾ ആ വയോധകൻ മൗനം പാലിച്ചു. കാലം മറുപടി നൽകുമെന്ന വിശ്വാസത്താൽ. അതെ, ഇന്ന് പ്രകൃതി ആ മറുപടി നൽകി കഴിഞ്ഞു. അതിനുശേഷം 2020 ഓഗസ്റ്റ് 6 രാത്രി രാജമല പെട്ടിമുടിയിൽ 66 പേരുടെ ജീവനെടുത്ത പെട്ടിമുടി ദുരിതത്തിന് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞത് ഇപ്രകാരം: എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു. എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും. ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ. ഗാഡ്ഗിലിന്റെ ഈ വാക്കുകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ഗാഡ്ഗിലിനെ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും അഭിപ്രായമുയർന്നു. അതിനിടെ വീണ്ടും വയനാട് ദുരന്തഭൂമിയായി മാറിയ വാർത്ത ആശങ്കയോടെയാണ് മാധവ് ഗാഡ്ഗിൽ പുനെയിലിരുന്ന് കേട്ടതെന്ന് വിനോദ് പയ്യട പറയുന്നു. മാതൃഭൂമി ബുക്സ് പ്രസാദനം ചെയ്ത ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ മലയാളത്തിൽ മൊഴിമാറ്റിയത് അഡ്വക്കേറ്റ് വിനോദ് പയ്യടയാണ്. വയനാട് ഒരിക്കൽ കൂടി ദുരിതഭൂമിയാവുകയാണ്. ആശങ്കയോടെ നിൽക്കുന്ന ഒരാൾ പൂനെയിലുണ്ട്, മാധവ് ഗാഡ്ഗിൽ. പതിവുപോലെ അദ്ദേഹം രാവിലെ വിളിച്ചു വിവരങ്ങൾ തിരക്കി, ദുരന്ത കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ആ പ്രദേശങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ വിവരങ്ങൾ കൈമാറുമല്ലോ എന്നാണ് വിനോദ് പയ്യട രാവിലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകളുമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാൻ പല്ലും നഖവും ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളും അട്ടിമറിയും നടത്തിയത്. അതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്നതും പ്രകൃതി ദുരന്തത്തിന് ഇരയായതും വയനാട്ടിലെ സാധാരണ മനുഷ്യരാണ്.